ഹലോ മൈ ഡിയേഴ്സ്. എങ്ങനെ ഒരു അടിപൊളി ഫാഷൻ ഡിസൈനറായി ഒരു സക്സസ്ഫുള്ളി ഒരു ഹോം ബൊട്ടിക് റൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു തരുന്ന വീഡിയോ സീരീസിൻ്റെ 7ാമത്തെ വീഡിയോയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? യെസ്, എങ്ങനെ ക്രോക്കി വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ക്രോക്കി എന്നൊക്കെ ഉള്ളത്. അതെ, ക്രോക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹ്യൂമൻ സ്കെച്ചാണ്. നമുക്ക് ഒരു ഹ്യൂമൻ ബോഡിയിലാണല്ലോ, നമുക്ക് ഹ്യൂമൻ ഒരു സ്കെച്ച് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന, അതായത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ആ ഒരു ഡ്രസ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹ്യൂമൻ ബോഡി അങ്ങനെ പെട്ടെന്നെടുത്ത് അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന സാധനമാണോ? അല്ല. അപ്പോൾ ഹ്യൂമൻ ബോഡി വരയ്ക്കുന്നതിന് ദർ ഇസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ വി ഹാവ് ടു ഫോളോ. ദെൻ വി ആർ ഏബിൾ ടു മേക്ക് എ പെർഫെക്റ്റ് ക്രോക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ക്രോക്കി വരയ്ക്കുന്ന പ്രൊസീജിയേഴ്സ് എന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ വെൽക്കം ടു നീമാസ് ഡിസൈനർ സ്റ്റുഡിയോ. എൻ്റെ പേര് നീമ സുജു. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊസീജിയറിൽ 3 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റിക്ക് ഫിഗർ, രണ്ടാമത്തേത് ബോക്സ് ഫിഗർ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ആക്ച്വൽ ക്രോക്കി. അപ്പോൾ നമ്മളിപ്പം നോക്കാൻ പോകുന്നത് എന്താണ്? സ്റ്റിക്ക് ഫിഗറാണ്. സ്റ്റിക്ക് ഫിഗർ എന്താണ്? നമ്മൾ കുഞ്ഞിലെയൊക്കെ നമ്മളിങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് മുഖം വരച്ച് ഒരു നട്ടല് പിന്നെ 2 കൈ ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട് വരയ്ക്കുന്നില്ലേ? ആ ഒരു മോഡലിലാണ് നമ്മൾ സ്റ്റിക്ക് ഫിഗർ ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ കറക്റ്റ് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റിക്ക് ഫിഗർ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ 8 ഹെഡ് ആണല്ലേ നമ്മൾ ബേസിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതെന്ന് വെച്ചാൽ 9 ഹെഡിലാണ് കേട്ടോ. 9 ഹെഡ് ക്രോക്കിയാണ് നമ്മളിപ്പോൾ മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് 9 ഹെഡ് സ്റ്റിക്ക് ഫിഗർ എങ്ങനെ മേക്ക് ചെയ്യുന്നത് നോക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ വളരെ സ്ലോയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി ഒരു ലെങ്തി ആയിരിക്കും ഈ വീഡിയോ. സോ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ പ്ലേ ബാക്ക് സ്പീഡ്, നമ്മുടെ ആ യൂട്യൂബിൻ്റെ ഇതിനകത്ത് തന്നെ ആ സെറ്റിങ്സിനകത്ത് കാണും പ്ലേ ബാക്ക് സ്പീഡ്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കൂട്ടിയിട്ടിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അപ്പം ആ ഒരു രീതിയിൽ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ വസ്തുക്കളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു HP-യുടെ ഒരു പെൻസിൽ മതി. അത്ര ഡാർക്കൊന്നും വേണ്ട. HP-ൻ്റെ ഒരു പെൻസിൽ നമ്മൾ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്കെയില്, പിന്നെ ഷാർപ്നറും എറേസറും ഒക്കെ വേണം. അപ്പം ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടുള്ള ഒരു സാധനം തൂക്കാനും പറ്റും. അങ്ങനത്തെ ഒരു സാധനം എൻ്റെ അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആർട്ട് ലൈനിൻ്റെ ഫൈൻ ലൈൻ പെൻ ഇത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ആ ഒരു ലൈൻസ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്ന് ഡാർക്കൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ 9 ഹെഡ് ക്രോക്കിയിലെ സ്റ്റിക്ക് ഫിഗർ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സെൻട്രൽ ലൈൻ എനിക്ക് വരയ്ക്കണം. അപ്പൊ സെൻട്രൽ ലൈൻ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്ലം ലൈൻ എന്ന് പറയും. അപ്പോൾ ആ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിൽ വെച്ചിട്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പില് 10 പോയിന്റ്സ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ സെൻറ്ററിലൂടെ ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, 10 പോയിന്റ്സ് ആണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം ഒരു ലൈൻ ഞാൻ വരച്ചു. ഇനി നമുക്ക് ഈ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ ഈ ഓരോ പോയിന്റ്സിൽ നിന്നും സെൻട്രൽ ആ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഓരോ ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ചെരിഞ്ഞൊക്കെ പോകും. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ആ ഒരു ലൈൻ വെച്ചിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ഒരു 10 സെന്റിമീറ്റർ വെച്ചിട്ട്, അതായത് ടോട്ടൽ 20 സെന്റിമീറ്റർ, അതായത് സെന്ററിൽ ആ പോയിന്റിൽ വെച്ചിട്ട് ലെഫ്റ്റിലും റൈറ്റിലും 10 സെന്റിമീറ്റർ വീതം. ഓക്കെ, ഇങ്ങനെ 2 പോയിന്റ്സ് ഇട്ടതിന് ശേഷം അവിടെ ഒന്ന് ഞാൻ നേരത്തെ ചെയ്ത കണക്ക് ഓരോ ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് വരെ വന്നിരിക്കുകയാണ്. ഇതിപ്പം ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇപ്പം നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് സെൻട്രൽ ലൈനിലൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ സെൻട്രൽ ലൈനിൽ നമ്മൾ ആ ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ക്രോക്കി ചിലപ്പോൾ പെർഫെക്ഷൻ കാണണം എന്നില്ല. കണ്ടോ, ഇപ്പൊ ഇത് വെച്ചിട്ട് ഈ 2 പോയിന്റും വെച്ചിട്ട് സെൻട്രൽ ലൈനിലൂടെ നമുക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ആ ഒരു 10 പോയിന്റ്സ് നമ്മൾ ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കണം. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. ഓക്കെ,
ഇച്ചിരി നമുക്കിപ്പം കുറച്ച് എക്സ്പീരിയൻസ്ഡ് ഉള്ളവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ പറ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ കോളത്തിനെ മാർക്ക് ചെയ്യും. നമുക്ക് 9 കോളംസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പം 9 ഹെഡ് ആണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, 9 ഹെഡ് ക്രോക്കിയാണ് വരയ്ക്കാൻ പോകുന്നത്. സോ അങ്ങനെ നമുക്ക് 9 കോളംസ് കിട്ടും. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹെഡാണ്. അപ്പോൾ ഹെഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് കോളത്തിനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. കണ്ടോ, ഞാനൊരു പോയിന്റ് സെന്ററിൽ ഇട്ടു. ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം മുകളിലെ ഹാഫിൽ ഒരു സർക്കിൾ വരയ്ക്കുക. താഴത്തെ ഹാഫിൽ ആ ഒരു ഫേസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. തലയുടെ ആ ഒരു പോർഷനാണ്. അപ്പം താഴത്തെ ഹാഫിൽ ഇത് ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം ഒരു ചെവിയും കൂടെ ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഷോൾഡർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഷോൾഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടാമത്തെ ആ ഒരു കോളം, അതായത് സെക്കൻഡ് ഹെഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് 1 ഇഞ്ചല്ലേ, അതിന്റെ ഹാഫ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഒരു മാർക്കിംഗ് അവിടെ കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ആ ഒരു മാർക്കിങ്ങിന്റെ ജസ്റ്റ് മുകളിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ജസ്റ്റ് മുകളിൽ ഒരു പോയിന്റോ 2 പോയിന്റോ മുകളിൽ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഞാനൊരു ലൈൻ ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് അതിനകത്ത് ഒരു പോയിന്റ് നമ്മൾ ഷോൾഡറിന്റെ ആ ഒരു ലെവൽ പോയിന്റ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കെയിലില് സെന്റിമീറ്റർ എടുത്തതിന് ശേഷം റൈറ്റിലോട്ട് ഒരു 1.5 സെന്റിമീറ്റർ, അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടും ഒരു 1.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോ സെന്റർ മാർക്ക് ചെയ്തു. ഇച്ചിരി മുകളിലോട്ട് ജസ്റ്റ് ഒരു മാർക്ക് കൊടുത്തു. ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അതിനുശേഷം 1.5 സെന്റിമീറ്റർ ലെഫ്റ്റിലും റൈറ്റിലും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു നെക്ക് ഉണ്ടല്ലോ, ഇതിന്റെ ആ ഒരു നെക്കിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ആ നെക്കിന്റെ ഷേപ്പിൽ ജസ്റ്റ് ഒരു ലൈൻ താഴോട്ട് സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അതെന്താന്ന് ചോദിച്ചാല് നമുക്ക് നമ്മളിപ്പം ഷോൾഡർ പോയിന്റ് മാർക്ക് ചെയ്തില്ലേ, അതിലോട്ട് നെക്ക് വരച്ചു കൊടുക്കാനാണ്. കണ്ടോ, ഇതുപോലെ കർവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ പോയിന്റും ആ ഷോൾഡർ നമ്മൾ വരച്ച ലൈനുമായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ് ഇത് വരയ്ക്കാനായിട്ട്. നമ്മൾ എല്ലാ മെഷർമെന്റ്സും തരുന്നത് കൊണ്ട് ഭയങ്കര ഒരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ഇത് വരച്ചെടുക്കാനായിട്ട്. എല്ലാവർക്കും പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുന്നു കേട്ടോ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് എന്താണ്? വേസ്റ്റ് ആണ് വേണ്ടത്. അപ്പം വേസ്റ്റില് നമ്മൾ തേർഡ് തേർഡ് ഹെഡ്, അതായത് തേർഡ് കോളത്തിലാണ് നമ്മൾ വേസ്റ്റ്. അറിയാലോ അല്ലെ വേസ്റ്റ് ഒക്കെ? ഞാൻ 8 ഹെഡില് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വേസ്റ്റിന് വേണ്ടിയിട്ട്, വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഷോൾഡറിനേക്കാളും കുറച്ച് ഒതുങ്ങിയ ഭാഗമല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ലെഫ്റ്റിലും റൈറ്റിലും 1 സെന്റിമീറ്റർ ആണ് മാർക്ക് ചെയ്തത്. കണ്ടോ, ലെഫ്റ്റിലും റൈറ്റിലും 1 സെന്റിമീറ്റർ. എന്നിട്ട് ആ ഷോൾഡർ പോയിന്റും നമ്മുടെ ഇപ്പൊ മാർക്ക് ചെയ്ത വേസ്റ്റിന്റെ പോയിന്റും തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വേസ്റ്റ് വരെയുള്ള പോർഷൻ കിട്ടി. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് വന്നിട്ട് ഹിപ്പാണ് ചെയ്യേണ്ടത്. അപ്പൊ ഫോർത്ത് ഹെഡില് ആ ഒരു പോയിന്റിലാണ് നമ്മൾ ഹിപ്പ് ചെയ്യുന്നത്. ഹിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഫുള്ളസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വീതി കൂടിയ ഭാഗമാണ് ഹിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഷോൾഡറിനേക്കാളും വീതി കൂടുതലായിരിക്കും. അപ്പം ഒരു 0.5 സെന്റിമീറ്ററും കൂടെ കൂടുതൽ എടുക്കുക. ടോട്ടല് 2 സെന്റിമീറ്റർ. അപ്പോൾ 2 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഹിപ്പിന് കൊടുത്ത മെഷർ. ഓക്കെ, ഇനി നമുക്ക് ആ ഹിപ്പിന്റെ ആ ഒരു പോയിന്റും വേസ്റ്റിന്റെ പോയിന്റും കൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഹിപ്പ് വരെയുള്ള ആ ഒരു പോർഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നീ, അതായത് കാൽമുട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ കാൽമുട്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് നമ്മള് നെക്സ്റ്റ് പോയിന്റില് ഇപ്പൊ നമ്മള് 4-ലല്ലേ എന്താ വരച്ചേ? 4 ഹെഡിലാണ് ഹിപ്പിൻ്റെത് കൊടുത്തത്. അപ്പം 5 സിക്സ്ത്തിന്റെ അവിടെയാണ് നമ്മൾ നീക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, നീക്ക് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ചെയ്ത കണക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് 1 സെന്റിമീറ്റർ ലെഫ്റ്റിലും
റൈറ്റിലും നമ്മൾ പോയിന്റ് ചെയ്യിച്ചു. ഇനി നീ കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ഒരു പോയിന്റ് കൂടെ മാർക്ക് ചെയ്യണം, ആംഗിൾ. ആംഗിൾ മാർക്ക് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ എയ്ത്ത് ഹെഡിലാണ്. എയ്ത്ത് ഹെഡിലെ ആ ബോട്ടം ലൈനിലാണ് ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് ഓൺ പോയിന്റ് തന്നെ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് കൊടുക്കാം. ഞാനിപ്പോ ഒരു ഓൺ പോയിന്റ് കംപ്ലീറ്റ് കൊടുത്തില്ല, ഒരു ചെറിയൊരു 2 പോയിന്റ് കുറച്ചാണ് കൊടുത്തത്. 1 സെന്റിമീറ്റർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അതിനുശേഷം നമ്മുടെ ആ ഒരു നീക്ക് വേണ്ടിയിട്ട് 2 സർക്കിൾ അവിടെ ഇട്ടു. അതുപോലെ തന്നെ ആംഗിളിനും അതിനേക്കാളും നീണ്ടേക്കാളും കുറച്ച് കുഞ്ഞു സർക്കിൾ ഇട്ടു. ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു പാൻറ്റി ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്കിനി പാൻറ്റി ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്തില്ലേ, ആ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നും ഒരു ഒരു ഹാഫ് സെന്റിമീറ്റർ മുകളിലോട്ട് നീക്കിയതിന് ശേഷം അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ. ഇനി ആ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ആ സെന്റർ പോയിന്റിൽ നിന്നും ഒരു ഒരു ഹാഫ് ഇഞ്ച് വേണ്ട, ഒരു ഹാഫ് സെന്റിമീറ്റർ വേണ്ട, ഒരു കുറച്ച് ഒരു സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് 2 പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ പോയിന്റും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതൊരു പാറ്റി ലൈനാണ് നമ്മളിപ്പോൾ വരച്ചെടുത്തത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ലെഗിന്റെ ആ ഒരു ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പം നമ്മുടെ ആ ഒരു പാൻറ്റി ലൈനിന്റെ സെന്റർ ഒരു പോർഷൻ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴത്തെ മാർക്ക് ചെയ്തിരുന്ന ആ സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് 2 പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. അങ്ങനെ എല്ലാ പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നീ പോയിന്റും ആംഗിൾ പോയിന്റും അതിന്റെ സെന്റർ പോയിന്റുകൾ തമ്മിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ. ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടേണ്ടത് കേട്ടോ. ഇപ്പൊ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കുറച്ച് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ആംഗിൾ കുറച്ചൊന്ന് ഒരു 2 പോയിന്റ് കുറച്ചെടുത്തത് കാരണമാണ് ജസ്റ്റ് നിങ്ങൾ ചരിഞ്ഞു വന്നത്. അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ നിങ്ങൾ പോയിന്റ് കുറച്ചെടുക്കണ്ട, 1 ഇഞ്ചസ് തന്നെ 2 സ്ഥലത്ത് എടുത്താൽ മതി. ഓക്കെ. ഇനി എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ ഹീൽസ് ആണ് അല്ലേ. അപ്പൊ ഹീൽസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ആംഗിളിൽ നിന്ന് താഴോട്ട് ഒരു ലൈൻ കൊടുക്കുക. ഇത് നമ്മുടെ ഹീൽസിന് വേണ്ടിയിട്ട് ഉള്ള ലൈനാണ്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ബോട്ടം പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹാൻഡ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഹാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാൻറ്റി ലൈനിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു കുറച്ച് ഒരു താഴോട്ടായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കൊടുക്കുക. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ റിസ്റ്റ് ഈ ഒരു പോർഷനിലാണ് വരുന്നത്, പ്രൈവറ്റ് പാർട്ടിന്റെ ആ സൈഡിലാണ് നമ്മുടെ റിസ്റ്റ്, കൈയുടെ റിസ്റ്റ് ഇല്ലേ, ആ ഒരു വാച്ച് കിട്ടുന്ന ആ ഒരു പോർഷൻ വരുന്നത്. ഇനി നമുക്ക് ആ ഒരു വേസ്റ്റിന്റെ ആ പോർഷനിലാണ് നമ്മുടെ എൽബോ വരുന്നത്, കൈമുട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1 ഇഞ്ചസ് റൈറ്റിലോട്ടും 1 സെന്റിമീറ്റർ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇഞ്ചും സെന്റിമീറ്ററും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ് പറയുമ്പോൾ. ഓക്കെ. അപ്പോൾ 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സർക്കിൾ കൊടുക്കുക. ഓക്കെ. അത് നമ്മുടെ എൽബോവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർക്കിൾ കൊടുത്തത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പാൻറ്റി ലൈനിന്റെ ജസ്റ്റ് താഴെയായിട്ട് ഒരു ലൈൻ നമ്മൾ നേരത്തെ കൊടുത്തല്ലോ. അപ്പോൾ ആ ലൈനും നമ്മുടെ നേരത്തെ ആ ഹിപ്പിന്റെ ആ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നിൽക്കുന്നില്ലേ, ആ ഒരു പോയിന്റും കൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യിപ്പിക്കുക. ഓക്കെ. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഒരു ഹാഫ് സെന്റിമീറ്റർ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം അവിടെ 2 സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എൽബോയിൽ വരച്ച സർക്കിളിനേക്കാളും കുറച്ച് ചെറുതായിരിക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് ഇനി ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ കാലില് ചെയ്തില്ലേ, അതുപോലെ ഷോൾഡറിൽ നിന്ന് ആ എൽബോയിന്റെ ആ ഒരു സർക്കിളിന്റെ സെന്റർ പോയിന്റിലോട്ട് വരയ്ക്കുക. അതിനുശേഷം ആ എൽബോയിന്റെ താഴത്തെ സെന്റർ പോയിന്റിൽ നിന്ന് റിസ്റ്റിന്റെ ആ ഒരു പോയിന്റിലോട്ട്
വരയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് സൈഡിലും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഫാം അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റിക്ക് ഫിഗർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വരയ്ക്കേണ്ട എന്താണ്? ബോക്സ് ഫിഗർ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിക്ക് ഫിഗർ നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്ക് ഫിഗർ നമ്മൾ വരച്ചത്. ഓക്കെ, അപ്പം ഈ ഒരു 9 ഹെഡ് ക്രോക്കിൻ്റെ 9 ഹെഡ് സ്റ്റിക്ക് ഫിഗറാണ് നമ്മളിപ്പോൾ വരച്ചത്. ഇനി നമുക്ക് എന്താണ്? ഇനി നമുക്കിതിനെ കുറച്ചൊന്ന് ഫ്ലഷി ആക്കി മാറ്റണം അല്ലേ? ഇതിപ്പം ജസ്റ്റ് ലൈൻസ് പോലെ സ്റ്റിക്ക് പോലെയല്ലേ ഇരിക്കും. കുറച്ചൊന്ന് ഫ്ലഷി ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഒരു 2 ഡയമെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിനെ ബോക്സ് ഫിഗർ ആക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെ ബോക്സ് ഫിഗർ ആക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിക്ക് ഫിഗറിൽ നിന്ന് നമ്മൾ എന്താണ്? ബോക്സ് ഫിഗറിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത് വരയ്ക്കേണ്ടത് ബോക്സ് ഫിഗർ. അപ്പൊ അതെങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ബോക്സ് ഫിഗർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഇതൊരു സ്കെൽട്ടൺ മോഡലിലാണ് ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിനെ ബോക്സ് ഫിഗർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിന്റെ ആ ഒരു പോയിന്റിൽ നിന്നും ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആ റിസ്റ്റിന്റെ ആ ഒരു സർക്കിൾ കൊടുത്തില്ലേ, അതിന്റെ വശങ്ങളിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. കണ്ടോ? ഷോൾഡറിന്റെ പോയിന്റിൽ നിന്നും സർക്കിളിന്റെ വശത്തോട്ട്, ആ സൈഡിലോട്ട്, അതുപോലെ തന്നെ അതിന്റെ താഴത്തെ പോയിന്റിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. ഇതുപോലെ എല്ലാ പോയിന്റ്സിൽ നിന്നും നമുക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി ആ ഒരു എൽബോവിന്റെ ആ പോയിന്റിൽ നിന്നും താഴത്തെ റിസ്റ്റിന്റെ സൈഡിലോട്ട് കൊണ്ടുവരിക. ഇനി നമുക്ക് ആ പാം ഒന്ന് കുറച്ചൊന്ന് നീറ്റായിട്ട് ചെയ്യണം. അപ്പൊ ഞാൻ അതിനെ ഒന്ന് ഇറേസ് ചെയ്തതിന് ശേഷം അതൊന്ന് നീറ്റായിട്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലതും ജോയിൻ ചെയ്യിപ്പിച്ചു കൊടുത്തതിന് ശേഷം പാം വരച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബോട്ടം പാർട്ടാണ് നോക്കേണ്ടത്. ഇപ്പൊ ബോട്ടം പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഹിപ്പിന്റെ ആ ഒരു പോയിന്റിൽ നിന്നും ആ ഒരു നീന്റെ ആ സൈഡിൽ, നീന്റെ ആ ഒരു സർക്കിളിന്റെ സൈഡിലോട്ടും ആ സെന്റർ പോയിന്റ് ഏതാണ്? പാൻറ്റി ലൈനിന്റെ ആ ഒരു നമ്മൾ കൊടുത്തിട്ടില്ലേ, ആ പോയിന്റിൽ നിന്നും വരയ്ക്കുക. അതുപോലെ തന്നെ ആംഗിളിലോട്ടും രണ്ട് സൈഡും അതുപോലെ വരച്ചെടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ഹീൽസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഹീൽസ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിക്കോളൂ. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിങ്ങനെ ജസ്റ്റ് 2 പോയിന്റ് ചെയ്തതിന് ശേഷം, സോറി 2 ലൈൻ വരച്ചതിന് ശേഷം അതിനൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി ഈ റൈറ്റിൽ വരച്ചത് ഇച്ചിരി ഒന്ന് അതിന്റെ തിക്നെസ് കുറച്ച്, ഐ മീൻ വിഡ്ത്ത് ഒന്ന് കൂടിപ്പോയി. ജസ്റ്റ് ഞാനൊന്ന് റീഡ്രോ ചെയ്യാനായിട്ടൊന്ന് എറേസ് ചെയ്യുകയാണ്.
ഓക്കെ, ഇപ്പൊ നമ്മുടെ വേസ്റ്റ് കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ബോക്സ് ഫിഗർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷമാണ് നമ്മൾ ഇനി നമ്മുടെ ആക്ച്വൽ ക്രോക്കിയിലോട്ട് പോകുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ബോക്സ് ഫിഗറും വരച്ചു കഴിഞ്ഞു. ദേ ബോക്സ് ഫിഗർ നമ്മളിത് ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് ഫിഗറും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇനി നമുക്ക് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്രോക്കിയാണ് വരയ്ക്കേണ്ടത്. അതായത് ആ ഒരു കറക്റ്റ് ക്രോക്കി എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻസ് ബൈ ലൈനായിട്ടല്ലേ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആക്ച്വൽ ക്രോക്കി വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്താണ്? കർവ്ഡ് ഷേപ്പ് അല്ലേ. അപ്പം അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കർവാക്കി മസിൽസൊക്കെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് ഫൈനൽ ക്രോക്കി വരയ്ക്കുന്നതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബോക്സ് ഫിഗർ വരച്ചില്ലേ, ആ ലൈൻസിനെ ജസ്റ്റ് ഒന്ന് എറൈസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കാണണം, ചെറുതായിട്ടൊന്ന് എറൈസ് ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ ലൈൻസ് വരച്ചിരിക്കുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്സ് എന്ന് പറഞ്ഞാൽ കർവി ആണ്. ഓക്കെ, അപ്പോൾ ആ കർവ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എറൈസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെല്ലാം ഒന്ന് കർവ് ലൈനായിട്ട് ഒന്ന് വരച്ചെടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഫൈനൽ ക്രോക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. ഔട്ടർ ലൈൻസിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാർക്കർ എടുത്തേക്കുവാണ്. അപ്പോൾ ആ മാർക്കർ വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഔട്ടർ ലൈൻസ് മാത്രം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുവാണ്. അതായത് നമ്മുടെ ആ ഒരു ഔട്ടർ ലൈൻസ് മാത്രം നമുക്ക് ഷെയ്ഡ് ചെയ്താൽ മതി. ഇന്നർ ലൈൻസ് ഒന്നും നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് അവിടെ ഒരു കോളർ ബോണും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഔട്ടർ ലൈൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അതിനകത്തുള്ള നമ്മൾ പെൻസിലിട്ട് വരച്ചിട്ടില്ലേ, ആ ലൈൻസ് എല്ലാം അങ്ങ് എറേസ് ചെയ്ത് കളയുക. ഓക്കെ, ഇപ്പൊ ഞാൻ എല്ലാ ലൈൻസും എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രോക്കി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോക്കി വരച്ചു കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ പോസാണ് നമ്മളിപ്പം വരച്ച് പഠിച്ചത് കേട്ടോ.
അതായത് നമുക്കിപ്പം സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം. ഇനി നമുക്ക് ഒരുപാട് പോസസ് ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് പോസസിൽ നമുക്ക് ക്രോക്കി വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ടൈപ്പ് ക്രോക്കീസ് വരച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇതൊരു ബിഗിനേഴ്സ് ലെവലല്ലേ, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ ഒരു പോസ് മാത്രം നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് ലെവൽ വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഒരു പോസസൊക്കെ നമ്മൾ വരച്ച് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് ക്ഷമയോടുകൂടി ഇരുന്ന് കണ്ട് എല്ലാവരും ഒന്ന് വരച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാം, ഞാനിപ്പോൾ ഞാൻ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബുക്കെന്ന് പറഞ്ഞാൽ ആർട്ട് ബുക്കാണ്. A3 ഷീറ്റാണെന്ന് തോന്നുന്നത്, A3 സൈസാണെന്ന് തോന്നുന്നു. ഈ ഒരു ബുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ബുക്സ് നമുക്ക് വരയ്ക്കാനായിട്ട് കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് A4 ഷീറ്റ് പേപ്പർ ഉണ്ടല്ലോ, ഇച്ചിരി ആ ഒരു A4 ഷീറ്റ് പേപ്പറിൽ ചെയ്ത് നോക്കിയാലും മതിയാകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ, ഒരു ഹാക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു, ബൈ.